ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് വവ്വാൽ ബോംബ് പദ്ധതി. രണ്ടാം ലോക മഹായുദ്ധം. ജപ്പാന്റെ മുന്നേറ്റം തടയാൻ ടോക്കിയോ നഗരത്തിന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി അമേരിക്കൻ സൈനിക വിദഗ്ധർ തയ്യാറാക്കി. ടോക്കിയോ നഗരം ബോംബ് വെച്ച് തകർക്കുക എന്നതായിരുന്നു പദ്ധതി. വിചിത്രമായ ഒരു മാർഗമാണ് അവർ കണ്ടെത്തിയത്. ലക്ഷക്കണക്കിന് വവ്വാലുകളെ ടോക്കിയോ നഗരത്തിൽ വിമാനത്തിൽ കൊണ്ടുപോയി വിടുക. ഈ വവ്വാലുകളുടെ ദേഹത്ത് നിശ്ചിത സമയത്ത് പൊട്ടിത്തെറിക്കുന്ന ചെറിയ ബോംബുകൾ ഘടിപ്പിക്കും. നേരം വെളുക്കുമ്പോൾ കെട്ടിടങ്ങളിലും മറ്റും ഈ വവ്വാലുകൾ കയറിപ്പറ്റുമെന്നും ബോംബ് പൊട്ടിത്തെറിച്ച് ടോക്കിയോ നഗരത്തിലെ കെട്ടിടങ്ങളും മറ്റും തകരുമെന്നും അനേകം മനുഷ്യർ നശിക്കുമെന്നും കണക്കുകൂട്ടി. പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ അമേരിക്കക്കാർ തീരുമാനിച്ചു. 100 കണക്കിന് വവ്വാലുകളെ പിടിച്ച് ടൈം ബോംബുകളും ഫിറ്റ് ചെയ്ത് ഒരു നിശ്ചിത സ്ഥലത്തെ കെട്ടിടങ്ങളുടെ മുകളിൽ വിമാനത്തിൽ കൊണ്ടുവിട്ടു. പക്ഷേ ഉദ്ദേശിച്ചിരുന്ന കെട്ടിടത്തിലേക്കല്ല വവ്വാലുകൾ കയറിപ്പറ്റിയത്. അമേരിക്കയുടെ യുദ്ധോപകരണ നിർമ്മാണശാലയിലേക്കാണ് വവ്വാലുകൾ കയറിയത്. ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഇവയെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും വിജയിച്ചില്ല ഒന്നും. പരീക്ഷണശാലകൾ മുഴുവനും സ്ഫോടനത്തിൽ തകരുന്നത് സൈനിക വിദഗ്ധർക്ക് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വന്നു. വവ്വാൽ ബോംബ് പദ്ധതി അതോടെ ഉപേക്ഷിക്കുകയും ചെയ്തു.